KLIC കമ്പിൽ ലത്തീഫിയ ഇസ്ലാമിക് സെന്റർ കേവലം ചതുരാക്ഷരങ്ങളുടെ വെളിപ്പേരല്ലിത്. സപ്തഭൂമികളുടെ നിയന്ത്രണ വിധേയത്താൽ ഉയരെടുത്ത ഒരു നാമം, ജനപഥങ്ങളെ കയ്യിലെടുത്ത മഹാ ഋഷിമാരുടെ കേദാര ഭൂമികയാണ് കമ്പിലും പരിസരവും. ആത്മീയാഭിവൃദ്ധി തുളുമ്പി നിൽക്കുന്ന മക്കാമുകളാലും ആത്മീയ ജ്ഞാനത്തിന്റെ ജ്ഞാനപറകൾ സൃഷ്ടിച്ച ജുമാ മസ്ജിദുകളാലും മഹാമനീഷിമാരുടെ പാദസ്പർശനമേറ്റ് പുളകിതമായ പ്രാചീന പാരമ്പര്യത്തിന്റെ അരുണോദയങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രത്യക്ഷമായ സ്ഥലം. കമ്പിൽ പ്രദേശത്തെ കേന്ദ്രീകരിച്ച് പാട്ടയം, കുമ്മായക്കടവ്, പള്ളിപ്പറമ്പ്, നാറാത്ത്, പന്ന്യങ്കണ്ടി, പാമ്പുരുത്തി എന്നീ മഹല്ലുകളുടെ സംയുക്ത കൂട്ടായ്മയായി 1984 KLIC രൂപം കൊണ്ടു. ലാലീലകത്ത് മറിയുമ്മയും മകൾ ഫാത്തിമയും നിഷ്കളങ്ക സ്നേഹത്തിന്റെ അമൃതവാഹിനിയായ ആ വനിതകൾ നൽകിയ സ്ഥലത്ത് 1991 യതീംഖാന സമുച്ചയം ഉയർന്നു വരികയായിരുന്നു. ആലംബഹീനരും അനാഥകളും അഗതികളുമായ മക്കളെ നെഞ്ചോട് ചേർത്തു പിടിച്ചു ജ്ഞാനഗോപുരത്തിന്റെ കൊത്തളങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാനുള്ള ത്യാഗമനസ്കതയുടെ പ്രഥമ സംരംഭം. ആരെയും അത്ഭുതപ്പെടുത്തി അസൂയാവഹമായ KLIC പടയോട്ടത്തിൽ നെടുനായകത്വം വഹിക്കാൻ അത്യുത്തര കേരളത്തിന്റെ ആത്മീയ തണൽമരം, നബവി സുഗന്ധ പരിമളം, മർഹൂം ഖാളി സയ്യിദ് ഹാഷിം ബാഅലവി കുഞ്ഞിത്തങ്ങൾ കൂടി രംഗത്തെത്തിയപ്പോൾ അത് പടർന്ന് പന്തലിച്ച് വടവൃക്ഷമായി മുന്നോട്ട് നീങ്ങി. സമൂഹത്തിൽ അറംപറ്റി നിൽക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ മതഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി പരിസരങ്ങളിൽ ഇല്ലാത്ത കാലത്ത് കർമ്മകുശലനായ മഹായോഗിയായ സയ്യിദ് ഹാഷിം തങ്ങൾ അറബിക് കോളേജിന്റെ ആവശ്യകത സമൂഹത്തെ ബോധ്യപ്പെടുത്തി. PP ആലി ഹാജി എന്ന വിശാല മനസ്കൻ അറബിക് കോളേജ് പണിയുവാനുള്ള സ്ഥലം ദാനമായി നൽകിയത് ഏറ്റവും പുണ്യമായ മറ്റൊരു കാര്യമാണ്. ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്ന കമ്പിൽ ലത്തീഫിയ അറബിക് കോളേജ്, ദി മദർ ഓഫ് അറബിക് കോളേജ് എന്ന വിശേഷണങ്ങളാൽ കണ്ണൂർ ജില്ല മുഴുവൻ അറിയപ്പെടുന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. തുലോം ചെറു അടിസ്ഥാന സൗകര്യത്തിൽ നിന്നും കാലാനുസൃതവും അത്യാധുനികവുമായ സൗകര്യങ്ങളാൽ ഇത് ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. പരശതം വിദ്യാർത്ഥിനികൾ ഈ കലാലയത്തിൽ നിന്നിറങ്ങി സാമൂഹിക സേവന മേഖലകളിൽ നിറസാന്നിധ്യമായി എന്നത് ഏറെ സന്തോഷദായകം തന്നെയാണ്. ലത്തീഫിയ അറബിക് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ആൺകുട്ടികൾക്ക് ലുത്തുഫി ബിരുദവും പെൺകുട്ടികൾക്ക് ലുത്തുഫിയ ബിരുദവും നൽകുന്നു. കൂടാതെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പെൺകുട്ടികൾക്കായുള്ള മഹദിയ ബിരുദവും ലത്തീഫിയയുടെ മറ്റൊരു സവിശേഷതയാണ്. ഇതുവരെയായി 1700 പരം വിദ്യാർത്ഥിനികൾ ഈ സ്ഥാപനത്തിൽ നിന്നും അറിവിന്റെ മധുരം നുകർന്നിട്ടുണ്ട്. ലത്തീഫിയയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അൽവാഹയുടെ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. കാലഗതി കറങ്ങവേ KLICയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരു പൊൻതൂവൽ കൂടി പിറന്നു. ലത്തീഫിയ വനിതാ ഹിഫ്ലുൽ ഖുർആൻ കോളേജ് പ്രായഭേദമന്യേ അള്ളാഹുവിന്റെ വചനപ്പൊരുളുകൾ ഹൃദയസ്ഥമാക്കാൻ സുവർണാവസരം വനിതകൾക്ക് നൽകി. പ്രായം മറന്ന് അതിതീക്ഷ്ണമായി വിശുദ്ധ കലാമിനെ മാറോടണയ്ക്കാൻ എല്ലാ പ്രതിസന്ധികളും വകമാറ്റി അവർ നിന്നു. ഹിഫ്ലുൽ ഖുർആൻ കോളേജിലേക്ക് വരുന്നവർ തമസിന്റെ, അന്ധകാരത്തിന്റെ പടുംകുഴിയെ ഖുർആനിന്റെ പ്രകാശധവളിമയാൽ വകഞ്ഞുമാറ്റിക്കൊണ്ടിരിക്കുന്നു. യതീംഖാനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്
ഊർജ സ്രോതസ്സാണ് KLIC ഹോസ്പിറ്റൽ. ആതുര സംരക്ഷണവും ഉയർന്ന ചികിത്സയും നൽകി അതിവിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രശസ്തമാണ് കമ്പിൽ KLIC ഹോസ്പിറ്റൽ. അവശരായ ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീര് കാണുന്ന ഇന്നിന്റെ സാഹചര്യത്തിൽ ഒരിറ്റ് കണ്ണീർ തുടക്കാനായി രൂപമെടുത്ത മർഹൂം ഹാഷിം തങ്ങൾ റിലീഫ് സെൽ തളരുന്ന കൈകൾക്ക് താങ്ങായി മാറുകയാണ്. വിദ്യയും ഭക്ഷണവും നൽകി അവശത അനുഭവിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് സാമ്പത്തിക സഹായങ്ങൾ നൽകി പരിരക്ഷിക്കുന്ന ഹോം കെയർ സംവിധാനം മഹത്തായ ലത്തീഫിയുടെ വിവിധ പദ്ധതികളിൽ ഒന്നാണ്. പോവണം നാം ഇനിയും മുന്നോട്ട്, പൂവണിയണം നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും, തളരരുത് നാം ഒരിക്കലും. ദിക്റിന്റെ മന്ത്രോച്ചാരണങ്ങൾ ചെറുപുഞ്ചിരിയിൽ ചാലിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തുമ്പോഴും ഖാളി സയ്യിദ് ഹാഷിം ബാഅലവി കുഞ്ഞിത്തങ്ങളുടെ കാൽപ്പാടുകൾ അടയാളപ്പെടുത്തിയ കനൽ പഥങ്ങളിലൂടെ ബഹുദൂരം നമുക്കും സഞ്ചരിക്കാം. ഇതാ ഈ ഡയാലിസിസ് സെന്റർ എന്ന സ്വപ്നവും തീരം തൊടാതിരിക്കില്ല. മരണം മുന്നിൽ കണ്ട് വേദനയുടെ കരാള ഹസ്തങ്ങളിൽ പെട്ട് ഞെരിഞ്ഞമരുമ്പോഴും പ്രിയരെ, ഒരിറ്റ് പ്രാർത്ഥന മാത്രം മതി, ആ പാവപ്പെട്ടവരുടെ ദുആ മാത്രം മതി ഇതിനെ സഹായിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കാൻ. പണകൂമ്പാരങ്ങളുടെ മുകളിൽ അന്തിയുറങ്ങുന്നവർക്ക് കാണാനും ആസ്വദിക്കാനും പറ്റാത്ത ഒരു അനിർവചനീയമായ ആസ്വാദനമില്ലേ? അതാണ് ജീവിതാസ്വാദനം. ഉയർന്നു വരട്ടെ ഒരു ഡയാലിസിസ് സെന്റർ. അനുയോജ്യമായ സ്ഥലമാണ് ഇതിന് അത്യാവശ്യം. നിങ്ങളുടെ സഹായഹസ്തമാണിന്ന് നൽകേണ്ടത്. അറ്റുപോകാത്ത പ്രതിഫലത്തെ ഖബറിന്റെ ഇരുളറയിലേക്ക് ജാരിയായ സ്വതക്കയായി പോകാൻ, ഒന്നും നേടാത്ത ഭൗതിക ലോകത്ത് എല്ലാം നേടി തിരിച്ചു പോകാൻ ആത്മാർത്ഥമായി ഒന്ന് മനസ്സുവെച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു ഡയാലിസിസ് സെന്ററും ഈ പൈതൃക മണ്ണിൽ ഉയർന്നു വരട്ടെ. അതിന് നാഥൻ തുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, നന്ദിയോടെ.